ചേട്ടാ, ഇ ഡി വീണ്ടും ഇ ഡി തന്നെ നമ്മുടെ ചർച്ചയിലോട്ട് വരികയാണ്. അതായത് ശബരിമല സ്വർണ്ണപ്പാളി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം വരുന്നു. അതായത് പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്യാനൊക്കെ സർക്കാരിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഈ UDF-കാർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം ഇ ഡി അന്വേഷണം ഇങ്ങ് എത്തിയല്ലോ, അവരാഗ്രഹിച്ചതും അതായിരുന്നു, അതിങ്ങ് എത്തി. അപ്പം അതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് UDF-കാർ. അപ്പം ഈ UDF-ന്റെ ഇപ്പൊ UDF ഇങ്ങനെ ഉന്നം വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് പിണറായിക്ക് മുട്ടുവിറയ്ക്കുന്നു, സർക്കാർ എന്താ പറയുന്നത് പ്രതിരോധത്തിലാകുന്നു. അപ്പോൾ ഉടൻ തന്നെ തീരുമാനമാകും. ഈ ഉന്നതർ അവരെ ലക്ഷ്യം വെച്ചിരുന്നത് ഈ നമ്മുടെ സർക്കാരിനുള്ളിലുള്ള കുറച്ച്, അല്ലെങ്കിൽ ഈ ഇപ്പൊ നിൽക്കുന്ന സർക്കാരിനുള്ളിലുള്ള കുറച്ച് നേതാക്കളെ ലക്ഷ്യം വെച്ചായിരുന്നല്ലോ. അപ്പൊ അവരിലേക്ക് അന്വേഷണം എത്തും, അല്ലെങ്കിൽ അവരിലോട്ട് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഇപ്പൊ UDF പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുമോ? അല്ലെങ്കിൽ പിണറായിക്ക് ഇവിടെ മുട്ട് വിറയ്ക്കുന്നുണ്ടോ? അല്ലെ സർക്കാരിന് എന്തെങ്കിലും പ്രതിസന്ധി ഇതുകൊണ്ടൊക്കെ ഉണ്ടാവാൻ പോകുന്നുണ്ടോ? ഇതിന്റെ ഒരു പോസിറ്റീവ്, സർക്കാരിനെ ബാധിക്കുന്ന ഒരു പോസിറ്റീവ് ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതുവരെ അന്വേഷണം ഇങ്ങനെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷിക്കുന്നുവെങ്കിൽ തന്നെയും ഇത് സംസ്ഥാന പോലീസിന്റെ ഒരു വിഭാഗമാണ്. അതിൽ ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ആരോപണത്തിന് അവിടെ കഴമ്പില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് മേൽ കൈകടത്തുന്നുവെന്നോ, സംസ്ഥാന സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നെന്നോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ അന്വേഷണത്തിൽ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന് ഒരു ആരോപണം ഉന്നയിക്കാനുള്ള സ്പേസ് അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ED അന്വേഷണം വരുന്നതുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് വശം. ഇനി മറ്റൊരു വശത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇനിയും അന്വേഷിച്ചു നോക്കട്ടെ, ED അന്വേഷണം സർക്കാരിന് ഇനി വേറെ നെഗറ്റീവ് വശം കൂടെ വരാൻ പോകും. അതായത് ചേട്ടൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ UDF വിചാരിച്ചത് പണി കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ അത് അങ്ങനെയല്ല സംഭവിക്കാൻ. അങ്ങനെയല്ല, അതെ അങ്ങനെയല്ല. കാരണം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, സംസ്ഥാന സർക്കാർ ഇതിന് മേൽ കൈ കടത്തുന്നുണ്ട്, അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. ഈ പറയുന്ന പത്മകുമാറിലേക്കും N വാസുവിലേക്കും അന്വേഷണം ചെന്ന് അവസാനിച്ചിരിക്കുന്നു. ഇതാണ് പറയുന്നത്. അതിന് മേലോട്ടുള്ള പലരിലേക്കും അന്വേഷണം എത്തിപ്പെടുന്നില്ല. അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പം പ്രശാന്ത്, അങ്ങനെയുള്ള കുറേയധികം ആൾക്കാരുണ്ട്, പിന്നെ VN വാസവൻ, കൊടകംപള്ളി സുരേന്ദ്രൻ, ഒറ്റൊടുവിൽ മുഖ്യമന്ത്രി. അപ്പൊ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു ശ്രേണി ഇതിനുള്ളിൽ ഉൾപ്പെടും എന്നുള്ളത് തന്നെയാണ് UDF-കാരുടെ പരമമായ വിശ്വാസം. അപ്പോൾ അങ്ങനെ പോകാത്തതിന് പ്രധാനപ്പെട്ട ഇപ്പൊ നോക്കി ഏറ്റവും അവസാനം നടന്ന അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടേതാണ്? ശ്രീകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം ഉദ്യോഗസ്ഥന്റെ അറസ്റ്റിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്നാൽ അതിന് മേലേക്ക് അറസ്റ്റുകളൊന്നും ഉണ്ടാകുന്നുമില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം, അതും ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് എന്ന് പറയുന്ന കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമാണ് അന്വേഷണം എത്തിപ്പെടുന്നത്. ഏകദേശം 7 അറസ്റ്റുകളും നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ അറസ്റ്റിൽ 2 CPM-കാർ മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളതെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ പിന്നീട് അങ്ങോട്ട് വരുന്ന ബാക്കി എല്ലാ ഉദ്യോഗസ്ഥ തലങ്ങളും, മുരാരി ബാബു ആണെന്നുണ്ടെങ്കിലും, അതോടൊപ്പം തന്നെ S ജയശ്രീ ആണെങ്കിലും, ബൈജു ആണെങ്കിലും, ഇപ്പോൾ എത്തി നിൽക്കുന്ന ശ്രീകുമാർ ആണെങ്കിലും, എല്ലാവരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. അവരെല്ലാവരും ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരായിരുന്നു, സജീവ സാന്നിധ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും UDF-ന്റെ ആരോപണം സർക്കാർ അന്വേഷണത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നു, ഉന്നത തലങ്ങളിലേക്ക്, ഉന്നതരിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ സർക്കാർ നടത്തുന്നു എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ആരോപണം. ആ ആരോപണത്തിന് ഇപ്പോൾ ഒരു മറുപടിയായിട്ടാണ് ED അന്വേഷണം വരുന്നത്. ED അന്വേഷണത്തിന് നമുക്ക് പോസിറ്റീവായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു വശം ഇത് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. ആ നെഗറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്ന് തന്നെ കരുതുക. അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റ് ഒന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്ന് കരുതുക. മുഖ്യമന്ത്രിയിലേക്കോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിന്നെ ബാക്കിയുള്ള ദേവസ്വം ബോർഡ് മന്ത്രിമാരിലേക്ക്, കടകംപള്ളിയിലേക്കോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന VN വാസവനിലേക്കോ ഒന്നും അന്വേഷണം എത്തുന്നില്ല എന്ന് നമുക്ക് കരുതാം. അങ്ങനെ അന്വേഷണം എത്താതെ ഇവരൊരു കുറ്റപത്രം സമർപ്പിച്ചു എന്ന് വിചാരിക്കുക. അതായത് പിന്നെ ED ഒരു കുറ്റപത്രം സമർപ്പിച്ചു, അന്വേഷണം പൂർത്തിയാക്കി, സ്വർണ്ണം എവിടെ ആയിരിക്കും എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ പിന്നിലുള്ള ഇപ്പം ED ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം, ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ N വാസുവിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ NRI അക്കൗണ്ട് വരെ പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഇതിനകത്ത് ശക്തമായ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നടപടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് EDക്ക് കോടതി പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്, EDക്ക് അന്വേഷണം കൈമാറാം,
ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. കാര്യം കള്ളപ്പണ ഇടപാട് നടക്കുന്നിടത്ത് മാത്രമേ ഇ ഡി അന്വേഷണം നടക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇ ഡിക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴികൾ, റിപ്പോർട്ടുകൾ, അന്വേഷണ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ എല്ലാം വളരെ അതീവ രഹസ്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട്. ഇത് രഹസ്യമായി സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ പലരുടെയും മൊഴിയുണ്ട്, ഒരിക്കലും പുറത്തുവിടാൻ കഴിയാത്ത പലരുടെയും മൊഴികളുണ്ട്. അപ്പോൾ അത്തരം മൊഴികൾ, പിന്നെ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, രേഖകൾ, ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ രഹസ്യമായി തന്നെ സൂക്ഷിക്കും എന്ന ഇവരുടെ ഉറപ്പിന്റെ പുറത്താണ് ഇവർ ഈ രീതിയിൽ ഇ ഡിക്ക് അന്വേഷണം കൈമാറുന്നത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, അന്വേഷണം എങ്ങും എത്താതെ ഒരിടത്ത് നിന്ന് അവസാനിക്കുന്നു. അവിടെ നിന്ന് അവസാനിച്ച് സ്വർണം കണ്ടെത്തി എന്ന് വിചാരിക്കുക, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള പത്മകുമാറിനെ, എൻ വാസുവിനെ എല്ലാം പിടിച്ചു, അവർക്കെതിരായ കുറ്റപത്രം വരെ സമർപ്പിച്ച് ഇ ഡി കേസ് വളരെ ക്ലിയർ ആയി ഫിനിഷ് ചെയ്തു എന്ന് വിചാരിക്കുക. ആർക്കും ഒരു സംശയത്തിനിടയില്ലാത്ത രീതി ഫിനിഷ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് വെച്ചു എന്ന് തന്നെ ഇരിക്കുക. അതിനി 3-4 മാസം സമയമുണ്ട് എന്ന് തന്നെ കരുതുക. ഇനിയിപ്പോൾ 4 മാസത്തിലേക്ക് പോകില്ല. കാര്യം പിന്നെ ഹൈക്കോടതി SIT കൊടുത്തിരിക്കുന്ന അന്വേഷണത്തിനുള്ള കൊടുത്തിരിക്കുന്ന സമയപരിധി അവസാനിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണം കുറച്ചുകൂടെ 1 മാസം കൂടെ ചിലപ്പോൾ ഈ അന്വേഷണം നില്ലും. ഏകദേശം ഒരു ജനുവരി ഒക്കെ കഴിയുമ്പോഴേക്ക് അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തും. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഈ മുഖ്യമന്ത്രി കുറ്റക്കാരനല്ല എന്നുള്ള ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അടുത്ത ആരോപണം എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഊഹിക്കാൻ പറ്റും. ഡീല് നടന്നു എന്ന് പറയുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉയർന്നു വരും. അപ്പൊ യു ഡി എഫിന്റെ അടുത്ത പ്രചരണായുധം എന്താണ്? BJPയും CPMും തമ്മിലുള്ള ശക്തമായ ഡീൽ. ഈ ഡീലിന്റെ പിൻബലത്തിൽ ഈ അന്വേഷണം എങ്ങുമെത്താതെ, യഥാർത്ഥ ആൾക്കാരിലേക്ക് എത്താതെ അവസാനിച്ചു. ഇങ്ങനെ ഒരു ആരോപണം കൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു വെക്കാൻ കഴിയും. ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? CPM അന്വേഷണത്തിൽ ഇടപെടുന്നതുകൊണ്ട് ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ഇനി അതുകൊണ്ട് ഇ ഡി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന പാട്ട് അവിടെ ലോക്സഭയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആലപിച്ച MP-മാര്, UDF MP-മാരുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അവരവിടെ നിന്നുകൊണ്ട് ഗാനമേള നടത്തിയതാ. അപ്പോൾ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അവരുടെ സമരം ഫലം കണ്ടു ഇ ഡി അന്വേഷണത്തിലെത്തി. ഇനി ഇ ഡി അന്വേഷിച്ച് കഴിയുമ്പോൾ ഇവർ ഉയർത്താൻ ഇതാണ് ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞത്. എങ്ങനെയെങ്കിലും സർക്കാർ ഈ അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് വരുത്തി തീർക്കണം. സർക്കാർ സംവിധാനങ്ങളിലേക്കും സർക്കാരിന്റെ മുകൾ തട്ടിലേക്കും അന്വേഷണം എത്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണം അവരൊക്കെ കുറ്റക്കാരാണ്, പക്ഷെ അവരിലേക്ക് അന്വേഷണം വരുന്നില്ല എന്നൊരു പുകമറ ഉണ്ടാക്കിയെടുക്കാൻ ഈ അന്വേഷണം കൊണ്ട് സാധിക്കും. ഇതിന്റെ എൻഡയർ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ എൻഡ് ഓഫ് ദി ഡേ ആ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആവാനാണ് സാധ്യത. ഇപ്പം നിലവിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, സർക്കാർ ആദ്യം എതിർത്തിരുന്നു. കാരണം ഈ SIT പോലൊരു അന്വേഷണ ഏജൻസി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് യാതൊരു കള്ളത്തരവും ഇല്ല, ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കോടതി നോക്കിയപ്പോൾ ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടതിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ശരി പിന്നെ കള്ളപ്പണം പിന്നെ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കാം. കാര്യം ഇതിനകത്ത് പരിശോധിക്കപ്പെട്ടത് എൻ വാസുവിൻ്റെയും പത്മകുമാറും ഒക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ള അതിനകത്ത് പ്രതികളിലായി ചേർക്കപ്പെട്ടവരുടെയും ഒക്കെ വിദേശ ബന്ധങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന NRI അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഇതിനകത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന കണ്ടെത്തൽ എന്താ? ഇതിനകത്തെല്ലാം ഈ പറയുന്ന പോലെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ സാമ്പത്തിക ഇടപാടുകളുടെ സോഴ്സസ് എന്താണ്? എവിടെ നിന്നാണ് ഈ സാമ്പത്തികമായിട്ടുള്ള പണം എവിടെയെന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ പിന്നെ തീർച്ചയായിട്ടും ഇവരറിയണം. ഇവരെ അറിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം പറയാൻ പറ്റൂ. അപ്പോൾ അന്വേഷണം അവർക്ക് കൈമാറിക്കഴിഞ്ഞാൽ സ്വാഭാവികം എന്നോണം ഇവർക്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായുള്ള വസ്തുത.